ചുക്ക് കാപ്പിപ്പൊടി തയ്യാറാക്കുന്നതൊന്ന് കണ്ടാലോ? ഇത് കണ്ടതിന് ശേഷം ആരും കടയിൽ പോയിട്ട് പാക്കറ്റ് പൊടി പോയിട്ട് വാങ്ങല്ല കേട്ടോ. ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ തൊണ്ടവേദന, ചുമ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു പൊടി നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതങ്ങനെ കാച്ചി കുടിക്കാം. അതും നമ്മൾ തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നതല്ലേ, അത് ഇതൊന്നും ചേർക്കാതാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ചുക്കിൻ്റെ കാപ്പിയോ കാവേ എന്ത് വേണേലും തയ്യാറാക്കേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാൽ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കൊത്തമല്ലി എന്നാണ്, പിന്നെ വേണ്ടത് ചുക്കാണ്, അതായത് ഇഞ്ചി ഉണങ്ങിയതുണ്ടല്ലോ അതാണ്, പിന്നെ കുരുമുളക് വേണം, ഏലക്കായ വേണം. അപ്പോൾ ഇത് വറുക്കുന്ന സമയത്ത് അതിൻ്റെ അളവൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞുതരാം. ഒരുപാട് വേണമെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിക്ക് തയ്യാറാക്കി വെച്ചോളൂ. കുറച്ചാണെങ്കിൽ ഈ ഇത്ര മതി കേട്ടോ, കാരണം നമ്മൾ അങ്ങനെ ഒരുപാട് ഇതൊന്നും അങ്ങനെ ആക്കി കുടിക്കൊന്നുമില്ലല്ലോ. ഓരോ ഗ്ലാസ് അല്ലേ ഒരു ദിവസം അങ്ങനെ കുടിക്കുള്ളൂ. ഇനി ചൂടായി കിടക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനിലോട്ടേക്ക് നമുക്ക് ആദ്യം കൊത്തമല്ലി അങ്ങനെ ഇട്ട് കൊടുക്കാം. കൊത്തമല്ലി നമുക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്, അത്ര എടുത്തോളാം കേട്ടോ. അതേപോലെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്, 4 ഏലക്കായ, അതേപോലെ ഇഞ്ചി ഒരു 2-3 അങ്ങനെ എടുത്തോളാം കേട്ടോ. അതൊന്ന് ചതച്ചതിന് ശേഷം മാത്രമായിരിക്കണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉണങ്ങിയ മഞ്ഞൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു. അപ്പോഴത്തന്നെ അതും കൂടെ കഴിഞ്ഞു. ശരിക്കും വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചൂടോടെ കൂടിയിട്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് പിന്നെ വേറെ ചെറിയ ജീരകം വേണമെങ്കിൽ ചെറിയ ജീരകം ഇട്ടോളൂ. പക്ഷേ ഇതന്നെ മതി കേട്ടോ, നമുക്ക് നല്ലൊരു റിലാക്സ് കിട്ടും. ആ ഒരു കുരുമുളകും ആ ഒരു ഇഞ്ചിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ആകുമ്പോൾ തന്നെ നമുക്കിത് സെറ്റാണ് കേട്ടോ. ഇനി കൂടുതലൊരു ഫ്ലേവർ വേണമെങ്കിൽ ചെറിയ ജീരകം ഇട്ടാൽ മതി. അപ്പം നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ബോട്ടിലിൽ അങ്ങനെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒരുപാട് കാലം കിട്ടും. കറക്റ്റ് വറവാണെങ്കിൽ നമുക്കിത് 1 വർഷം വരെ ചീത്താവാതൊക്കെ അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു തണുത്ത കാലാവസ്ഥയിലാണല്ലോ നമുക്ക് തൊണ്ടവേദന അതേപോലെ തന്നെ ചുമ അങ്ങനത്തതൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ ഏറ്റവും റിലാക്സ് ആണ് കേട്ടോ ഇതിങ്ങനെ കാച്ചി കുടിച്ചാൽ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതും കൂടെ കാണിച്ചു തരാം. നമുക്ക് 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം എത്രയാണ് വേണ്ടത് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോഴും എനിക്കുള്ളൊരു ഗ്ലാസ്സിനാണ് കാച്ചുന്നത്. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം നമുക്കിതൊരു 1/4 ടീസ്പൂണ് പൊടിയും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ശർക്കര വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോഴും ബ്രൗൺ കളറിലുള്ള ഷുഗർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിന്. ശർക്കര ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ഇങ്ങനെ അല്ല കേട്ടോ ഉണ്ടാവുക, അതൊരു ബ്രൗൺ കളറ് അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു ചുക്ക് കാപ്പീൻ്റെ ആ ഒരു കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോഴും ശർക്കര അല്ല ഇട്ട് കൊടുക്കുന്നത്, ബ്രൗൺ കളറിലുള്ള ഷുഗറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കളർ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ചുക്ക് കാപ്പിക്ക്. ഇനി നമുക്ക് പാല് വേണമെങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കാവ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ കല്യാണത്തിനും എന്ത് പരിപാടിക്കോ മരണങ്ങളോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കാവ നിർബന്ധമായിട്ട് നമ്മളവിടെ കൊടുക്കാറുണ്ട്. അത് പാൽക്കാവയും കൊടുക്കും, കട്ടൻ്റെ കാവയും കൊടുക്കും. ശരിക്കും കട്ടൻ്റെ കാവ എന്ന് പറയുന്നത് ഈ ചുക്ക് കാപ്പീൻ്റെ അത് തന്നെയാണ് കേട്ടോ. നല്ലൊരു റിലാക്സാണ് അത് കുടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ നല്ല രീതിക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആ ഒരു തിളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനിതൊരു ചെറിയൊരു ബോട്ടിലിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ദണ്ട തിളച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോഴത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടെ കൂട്ടിയിട്ട് കുടിക്കട്ടോ. പക്ഷേ എന്ത് റിലാക്സ് അറിയോ. അങ്ങനെ ഇതിപ്പോൾ ഇനിയിപ്പോൾ തൊണ്ടവേദന ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒക്കെ അത് വേണമെങ്കിൽ 1 ഗ്ലാസ് ഒരു ദിവസം കുടിച്ചോളൂ കേട്ടോ. അടിപൊളിയായിട്ടുള്ളതാണ്. ഈ ചുക്കിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതും ഇഷ്ടപ്പെടും. എന്ത് എളുപ്പമാണല്ലേ ചുക്ക് കാപ്പിപ്പൊടി തയ്യാറാക്കാനായിട്ട്, അതും കുറഞ്ഞ ചേരുവ വെച്ചിട്ട് എക്സാക്ട്ലി ഫ്ലേവറിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളാരും പാക്കറ്റ് പൊടി പോയിട്ട് വാങ്ങല്ല കേട്ടോ. എന്തായാലും അതിനൊരു കളറ് കിട്ടാനായിട്ട് എന്തെങ്കിലും ഒന്ന് ചേർക്കാതെ ഒരിക്കലും പാക്കറ്റ് പൊടിയിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. തയ്യാറാക്കാനും പറ്റാത്ത ആൾക്കാർ പിന്നെ പൊടി വാങ്ങുക. ഇതേപോലെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര എളുപ്പമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സുകൾക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ല കേട്ടോ. അപ്പോൾ ബൈ ബൈ, അസ്സലാമു അലൈക്കും. അതുപോലെ നോമ്പിനേക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മസാലപ്പൊടിൻ്റെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കണ്ടു നോക്കുക. വെറൈറ്റി ഫ്ലേവറിലുള്ള പൊടി തന്നെ അവൈലബിൾ ആണ് തഫി കിച്ചണിൽ. അപ്പോൾ ബൈ ബൈ.